ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇവക്കുട്ടിയും കൂട്ടിയായിട്ടാ വന്നേക്കണേ. അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണ എന്ത് വീഡിയോ എന്ന് പറയുവാ? ഇനി ഇവാടെ കുറച്ച് ടോയ്സ് ഞാൻ കാണിക്കാൻ പോട്ടെ. ഇവാക്ക് നമ്മള് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവാടെ ടോയ്സ് ഒക്കെ കാണിക്കാൻ പോവാണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ആമസോൺ വീഡിയോ ഇട്ടില്ലേ, അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവാക്ക് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ അന്ന് എനിക്ക് കാണിക്കാന്ന് വെച്ചാൽ ഇവ ഉറങ്ങിപ്പോയില്ലേ. അപ്പൊ ഇവ ഇല്ലാണ്ട് എങ്ങനെ ഇവാടെ ടോയ്സ് കാണിക്കണേ? സോ ഇന്നിപ്പോ ഞാൻ ഇവയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവാടെ ടോയ്സ് ഒക്കെ കാണാവേ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇവാക്ക് വേണ്ടിട്ട് വാങ്ങിയത് ഈ ഒരു പസിലാണ് കേട്ടോ. പസിൽ ഇഷ്ടായ? ഉറക്കൊന്നും വരുന്നില്ല. പസിൽ ഇഷ്ടായ? പസിൽ ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞാൽ പറയുന്ന കേട്ടോ. ആക്ച്വലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ കണ്ടോ, ഈ ആമ, അതുപോലെ തന്നെ ഫ്രോഗ്, ഫിഷ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ടുള്ള പസിലാണ് കേട്ടോ. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരെണ്ണല്ലേ കാണാനുള്ളത്. കാരണം ഇവളെല്ലാം വലിച്ച് കീറി നശിപ്പിച്ച് കളഞ്ഞിട്ടാണ്. അപ്പോൾ അതാ നോക്കിയേ, കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഇവ ഉണ്ടല്ലോ, ഇത് ആപ്പിളൊക്കെ മീൻസ് പസിൽ ഉണ്ടാക്കുന്നതിന് പകരം അവൾ അത് വെച്ചിട്ട് വേറെ കളികളാണ്. ആപ്പിൾ എടുത്ത് കടിക്കലും അങ്ങനത്തെ രീതികളൊക്കെയാണ്. അപ്പോൾ ആക്ച്വലി ഇത് 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്കാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവ കുറച്ച് കുരുത്തക്കേട് കൂടിയ സാധനം ആയതുകൊണ്ട് തന്നെ അവള് അങ്ങനെ കളിക്കുന്നതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പസിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടൊന്നും മൈൻഡ് ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും സംഭവം ഇവിടെ തന്നെ ഉണ്ട്. തനിയെ ചെയ്തോളൂ കേട്ടോ. കുറച്ചുകൂടി കഴിയുമ്പോൾ ചെയ്തോളായിരിക്കും. ഇപ്പൊ ഈ കുറച്ചധികം സാധനങ്ങളെല്ലാം കൂടെ മേടിച്ചോണ്ട് ആൾക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് സംഭവം. അപ്പൊ അതാ കണ്ടില്ല, ഇങ്ങനെ ആടോ ഈ പസിൽ വരുന്നത്. നമുക്ക് ഈ ഒരു ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ശരിക്കും ഇത് നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളാട്ടോ. കുറച്ച് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള കുറച്ച് ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. നോർമലി എപ്പോഴും കാറ്, അതുപോലെ തന്നെ ഡോളൊക്കെ ആട്ടോ വാങ്ങാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങാന്നാട്ടോ വിചാരിച്ചേ. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 99 ആട്ടോ, ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. പക്ഷെ ഇതിപ്പോ നമുക്ക് കിട്ടിയത് 77 76 ആ ഒരു റേഞ്ചിലാണോ. അപ്പൊ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പേർപ്പസ് അനുസരിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ്. ഇതേപോലെ വെറുതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നശിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കുന്നതാട്ടോ നല്ലത്. ഇവർക്ക് എന്ത് കിട്ടിയാലും ഇങ്ങനെ ഫുള്ളിങ്ങനെ വലിച്ച് ചെതറി ഇട്ടിട്ട് അങ്ങനെ എടുത്ത് കളിക്കണം. അല്ലാണ്ട് അത് അടുക്കി വെക്കി എന്താ ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കോട്ടാ. അടുക്കി വെക്കാൻ അറിയത്തില്ല, ഒരു പാവാണ് കേട്ടോ, ഒന്നും അറിയത്തില്ല. ഇനി അടുത്തത് ഈ ഒരു വാങ്ങിയ കൂട്ടത്തില് ഇവാടെ ഫേവറേറ്റ് സാധനം ഉണ്ടാ. നോക്ക്, ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇവ എന്താ അവിടെ ചെയ്യണേ? ഇപ്പൊ അവിടെ കുറച്ച് ബിസിയാണ്. നമ്മളല്ല പസിൽ എടുത്തിട്ട് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കളിയാണ്, അല്ലാണ്ട് കാര്യമായിട്ട് വേറൊന്നും ചെയ്യല്ല. അപ്പൊ അതിന്റെ ബിസിയിലിരിക്കുന്നതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഇവർക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം നോക്കിയാൽ നല്ലൊരു കീബോർഡാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു മൈക്കും കൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ മൈക്ക് പിറ്റേ ദിവസം അവൾ നശിപ്പിച്ചിട്ടുണ്ടായി. പിന്നെ മൈക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. കാരണം മൈക്ക് ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്ത് അടുത്ത് വന്നാലും അവൾ അടുത്ത ദിവസം തന്നെ നശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇങ്ങനെ വലിച്ചെടുത്തൊക്കെ വരുമ്പോൾ അത് ചീത്തയാവും കേട്ടോ. പിന്നെ അതത്ര ഭയങ്കര ഒരു മൈക്കൊന്നും അല്ല. നമ്മളിങ്ങനെ വായുടെ അകത്ത് ഇങ്ങനെ വെച്ചാൽ മീൻസ് അത്ര അടുപ്പിച്ച് വെച്ചാലൊക്കെ സൗണ്ട് കേൾക്കുള്ളൂ കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിന് 600 സംതിങ് ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. പക്ഷെ സംഭവം എനിക്ക് ഇഷ്ടമായി. നമുക്ക് ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ നമുക്ക് തന്നെ ആണെങ്കിലും ജസ്റ്റ് കീബോർഡ് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. ഇവര് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. വലിയ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യട്ടെ.
പഠിച്ചു വരുന്നല്ലോ കേട്ടോ. ഞാൻ വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ 2-3 സോങ്സ് ഒക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇത് പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ഭാവിയിൽ തിരിച്ചു വരാവേ. അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു വാവിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. ആക്ച്വലി ഇവാടെ അല്ല കേട്ടോ, ഇത് ഞാൻ ഇവാക്ക് സാധനം വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ വാങ്ങിയതാണ്. ഓ എൻ്റെ അല്ല, ഇത് എൻ്റെതാ. എന്നാ ശരി. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഫേസ് വാഷ് നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഗ്രീൻ ടീയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്യാനായിട്ടും അതുപോലെ ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഈ ഒരു ഫേസ് വാഷ് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റീഫിൽ പാക്കും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഫിൽ പാക്ക് വാവിൻ്റെ പുതിയ ലോഞ്ചാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ ഒരു ഫേസ് വാഷ് കിട്ടുന്ന ഈ ഒരു ഇങ്ങനത്തെ ഒരു ബോട്ടിലല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എത്രയാണ്, 100 ml 499 rupees വരും കേട്ടോ ഈ ഒരു ബോട്ടിലിന്. പക്ഷെ നമ്മൾ ഈ റീഫിൽ പാക്ക് വാങ്ങുമ്പോൾ 399 rupees ആട്ടോ വരുന്നത്. അത് 200 ml 399 rupees ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറേശ്ശെ ഇതിൽ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതായത് എപ്പോഴും ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് കാശും കളയണ്ട, കുറേ ബോട്ടിൽസും വാങ്ങണ്ട. അപ്പോൾ ഈ ഒരു റീഫിൽ പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാവെന്ന് വെച്ചാൽ അവർ കൂടുതലും ഇങ്ങനെ നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ് ആണ്. അതുപോലെ തന്നെ ആനിമൽ ലവ് ഉള്ള ബ്രാൻഡാണ്. അതായത് ഇവർ ആനിമൽസിനെ ഒന്നും ഹാം ചെയ്യുന്നില്ല. അതുപോലെ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ടല്ലോ, എല്ലാം നാച്ചുറൽ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള 98.3%, 98.30% അവിടെയാണ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, കെമിക്കൽസ് ആണെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഹിമാലയൻ ബോൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. വുമൺ എംപവർമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സൾഫേറ്റ്, സിലിക്കൺ, പാരാബൺ, കളർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ഒരു പ്രോഡക്ട്സിലൊന്നും അടങ്ങിയിട്ടില്ല. നല്ല അടിപൊളി പ്രോഡക്ട്സ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേ. ഇനിയിപ്പോൾ അടുത്തത് വാങ്ങിയത് ഈ ഒരു ബോർഡാണ് കേട്ടോ. ഈ ഒരു ABCD A to Z ഉള്ള ഒരു ബോർഡാണ് കേട്ടോ. ക്യാപ്സ് ലെറ്റർ ആണ്. അപ്പോൾ ഇഷ്ടമായോ ഇത്? ഇതെല്ലാം തന്നെ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്തോ ഒരു ഇങ്ങനെ ABCD അറേഞ്ച് ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ റിവ്യൂസിലൊക്കെ ഞാൻ കുറേ നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷെ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഫസ്റ്റ് ഡേ ആയപ്പോൾ ഞാൻ പണി വാളി. കാരണം ഇത് വെച്ചിട്ട് അങ്ങനെയൊന്നും കളിക്കണില്ല. ഇതിൽ ABCD ഓരോ ലെറ്റേഴ്സ് എടുത്തിട്ട് പോയിട്ട് അവിടെ ഇവിടെ കൊണ്ടിട്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് വെറുതെ കാശ് പോയി. കാരണം ഇതിൻ്റെ ഒരു ലെറ്റർ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു യൂസ് ഇല്ലല്ലോ. ഇവർക്ക് അങ്ങനെ ചെയ്യാനൊന്നും അറിയുണ്ടായില്ല. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ആയപ്പോൾ തൊട്ടാണ് ഇവ ഇത് കറക്റ്റായിട്ടൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. മീൻസ് ഇത് ABCD ആണ്, ലെറ്റർ ഇതാണ് എന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല. പക്ഷെ ജസ്റ്റ് ഈ ഒരു മീൻസ് നമ്മളിപ്പോൾ എടുത്ത് കഴിയുമ്പോൾ ആ യുവിൻ്റെ സ്പേസ് അവിടെ കാണുമല്ലോ. അപ്പം അങ്ങനെ വെച്ചിട്ട് കൊണ്ട് തിരിച്ച് വെക്കാനും പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലതാണിത്, എനിക്ക് ഇഷ്ടമായി. കാരണം അറ്റ്ലീസ്റ്റ് ലെറ്റേഴ്സ് ആയിടുമ്പോൾ ഫെമിലിയർ ആവുമല്ലോ. ഇത് A ആണ് B ആണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയുമല്ലോ. അതുപോലെ തന്നെ ഓർഡറൊക്കെ മനസ്സിലാക്കാനും കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് A to Z അവൾ കംപ്ലീറ്റ്ലി അവൾ തന്നെ അറേഞ്ച് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ ഇവ? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 300 സംതിങ് ആട്ടോ. ഇതൊരു വുഡൻ ബോർഡാട്ടോ വരുന്നത്. വുഡൻ ബോർഡാണ്, വുഡൻ ആണ്, എല്ലാം വുഡൻ ആട്ടോ. ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. ഇപ്പം അടുത്ത് ഇവാക്ക് വാങ്ങിയത് ഈ ഒരു പെയിന്റിങ് കിറ്റ് ആണ് കേട്ടോ. ഇത് ഇവാക്ക് നല്ല ഇഷ്ടമായല്ലേ ഇവ? ഇവ പെയിന്റ് അടിക്കലാട്ടാ. കൊണ്ടുവന്നപ്പോൾ തൊട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവ എല്ലാം കൂടെ എടുത്ത് വലിച്ച് ഫുള്ളെല്ലാം കാണണം. ഒരു സാധനം അങ്ങനെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയും ഈ ഒരു പെയിന്റ് യൂസ് ചെയ്യും, ബാക്കിയുള്ളത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ സമ്മതിക്കൂല കേട്ടോ. എല്ലാം കൂടി എടുത്തിട്ട് കളിക്കും. പൊടിയോ? അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷെ എനിക്ക് 160 സംതിങ്ങിനാട്ടോ കിട്ടിയത്. പക്ഷെ ഇതിൽ ആക്ച്വലി ഉള്ള പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഒരു 230 സംതിങ് ഉള്ള പ്രോഡക്ട്സ് ഇതിലുണ്ട് കേട്ടോ. അതായത് ഇതിൽ ഈ ഒരു ഡ്രോയിങ് ബുക്ക് വരുന്നുണ്ട്, വാട്ടർ കളർ വരുന്നുണ്ട്, നല്ലൊരു വാട്ടർ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൻസിൽ ക്രയോൺ ഉണ്ട്,
വാക്സ് ക്രയോൺ ഉണ്ട്, ഓയിൽ പേസ്റ്റിലുണ്ട്, ഗ്ലിറ്റർ കളർ ഉണ്ട്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മൾ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവായെ പോലെ ഇങ്ങനെ എല്ലായിടത്തും വലിച്ച് കളഞ്ഞ് നശിപ്പിച്ചാൽ പോയി, അല്ലാണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് വാങ്ങുന്നതിൽ നല്ലത് ഈ ഒരു കിറ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അത് മതിയാവും. ഇനിയിപ്പോൾ അടുത്തത് ഇവാക്ക് വേണ്ടി വാങ്ങിയത് ഈ ഒരു പ്രീ സ്കൂൾ ലേണിംഗ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ഉള്ള സാധനമായിട്ട് നമുക്ക് പ്രീ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്നതാണെന്നാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ വായിച്ചപ്പോൾ കണ്ടത്. അപ്പം ഞാനോടത്ത് എന്തായാലും ഇവാക്ക് ഒന്നും അറിയില്ലല്ലോ, ABCD ഒക്കെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് കുറച്ചിങ്ങനെ ബുക്സ് ആണ് കേട്ടോ. നമ്പേഴ്സിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, ഇതിലിങ്ങനെ 1 to 10 നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. അതുപോലെ കളർ ബുക്ക് ഉണ്ട്. ഇവ കളറൊക്കെ പഠിച്ചായിരുന്നു കേട്ടോ. കളേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് കാർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഇങ്ങനെ കുറച്ച് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ആൽഫബറ്റ് അതുപോലെ അതുകൊണ്ടുള്ള ഓരോ സാധനങ്ങൾ, അതുപോലെ 1 2 3 അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമുക്കപ്പോൾ അത് നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ടൊക്കെ നമുക്ക് ഓരോന്നൊക്കെ പഠിപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവ ഇത് വെച്ചിട്ട് കളറൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവ ഇത് എന്ത് കളർ? ഇവ പൂവാ? എന്ത് കളറാ? റെഡ്. ഓക്കെ, ഗുഡ് ഗേൾ. ഇതെന്ത് കളറാ? കുഞ്ഞുങ്ങൾ എന്ത് കളറാ? ഒച്ചത്തി പറയ്. യെല്ലോ. അങ്ങനെ വേണ്ട. അപ്പൊ കളേഴ്സ് ഒക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഇതെന്ത് കളറാ നോക്കിയേ? ബ്ലൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ രസമുള്ള കളേഴ്സ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കളേഴ്സ് ഒക്കെ പതിയെ പഠിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഇവായി പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയാട്ടോ. കണ്ടത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാനൊക്കെ പറയാനൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബുക്കാട്ടോ, നല്ല കട്ടിയുള്ളതാണ്. അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ആവില്ല. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കീറിയൊക്കെ എടുക്കും. എന്നാലും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതിനും 300 സംതിങ് ആട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ഇവായെ പഠിപ്പിച്ച് കുറച്ച് മിടുക്കി കുട്ടിയാക്കാൻ പോവാണ്ട. ഇവാക്ക് ABCD പാടാനറിയാം കേട്ടോ. ABCD ജസ്റ്റ് ഇങ്ങനെ പാടും. ഒന്ന് പാടിവിട്ടെ. ABCD. ഇത്രയും പാടാൻ അറിയാം, പക്ഷെ അത് A ഏതാണ് B ഏതാണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അപ്പൊ അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് അങ്ങനെ തനിയെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ പഠിപ്പിക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഓരോ ദിവസം എടുത്തിട്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കണം. അപ്പോൾ സച്ചു സ്റ്റുഡൻറ്റ്, ഇവായ് സ്റ്റുഡൻറ്റ്, 2 സ്റ്റുഡൻസിനെയും കൂടെ എത്തിയിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കണം. ഇപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ തന്നെ ആയിരിക്കില്ലേ. ഇനിയിപ്പോൾ ഇവയെ സ്കൂളിലാക്കി കഴിഞ്ഞാലും ഓൺലൈൻ ക്ലാസ് ഒക്കെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പഠിപ്പിക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അല്ലേ. ഇവ പറയ്, എന്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പോൾ അത്രയും തന്നെയുള്ള കേട്ടോ. അപ്പോൾ നമുക്കിനി വീണ്ടും നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് സീരീസ് ചെയ്തിട്ടുമ്പോൾ തൊട്ട് നാളെ എന്ന് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.